നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മളെല്ലാവരും ഞെട്ടിപ്പിച്ച ഒരു വാർത്തയായിരുന്നു വയനാട്ടിൽ ഒരു കാട്ടാനയുടെ ചവിട്ടേറ്റ് കൊല്ലപ്പെട്ട പോൾ എന്ന വ്യക്തി. അദ്ദേഹത്തിന്റെ മകൾ ഇപ്പോൾ പൊട്ടിത്തെറിക്കുകയാണ്. തന്റെ അച്ഛന് സംഭവിച്ചത് ഇനിയും ഈ നാട്ടിൽ സംഭവിച്ചുകൊണ്ടേയിരിക്കും. തന്റെ കരച്ചിൽ പോലെ പല മക്കളും ഇതേ രീതിയിൽ കരയും, പക്ഷെ ഇവിടെ ഒരു ചുക്കും സംഭവിക്കില്ല എന്ന് പോളിന്റെ മകൾ ഉറക്കെ പറയുകയാണ്. അത് കേട്ട് എല്ലാവരും പറയുന്നു അത് ശരിയാണ് എന്ന്. വയനാട്ടിൽ പുൽപ്പള്ളി ഭാഗത്ത് കാട്ടാനയുടെ ചവിട്ടേറ്റ് കൊല്ലപ്പെട്ട പോളിന് മതിയായ ചികിത്സ കിട്ടിയില്ല എന്നും പരാതിയുമായി മകൾ രംഗത്ത് വരികയാണ്. ആശുപത്രിയിൽ നിന്ന് ചികിത്സ വൈകിപ്പിച്ചുവെന്നും കോഴിക്കോട് എത്തിക്കാൻ വൈകിയെന്നുമാണ് പോളിന്റെ മകൾ സോന മാധ്യമങ്ങളോട് പറഞ്ഞത്. മാനന്തവാടിയിലെ സർക്കാർ മെഡിക്കൽ കോളേജിൽ നിന്ന് വേണ്ട ചികിത്സ കിട്ടിയില്ല, കോഴിക്കോട്ടേക്ക് എത്തിക്കാൻ വൈകി, വേണ്ട ചികിത്സ കൊടുക്കാനുള്ള സൗകര്യങ്ങൾ ഇല്ലെങ്കിൽ രോഗിയെ അവിടെ വെക്കരുതായിരുന്നുവെന്നും സോന പറയുന്നു. മെഡിക്കൽ കോളേജിലെ ഒരു സൗകര്യങ്ങളൊന്നുമില്ലെങ്കിൽ പിന്നെ എന്തിനാണ് മെഡിക്കൽ കോളേജ് എന്ന പേരിടുന്നത്? വയനാട് ഇത് മെഡിക്കൽ കോളേജ് അല്ല, വെറും പ്രാഥമിക ചികിത്സാ കേന്ദ്രം മാത്രമാണ് എന്നും സോന പൊട്ടിത്തെറിക്കുകയാണ്. മാനന്തവാടി മെഡിക്കൽ കോളേജിൽ സൗകര്യങ്ങൾ ഉണ്ടായിരുന്നില്ല എങ്കിൽ കോഴിക്കോടേക്ക് കൊണ്ടുപോകാൻ എന്തിനാണ് വൈകിപ്പിച്ചത് എന്ന് സോന ചോദിച്ചു. ആവശ്യമായ ചികിത്സ കിട്ടിയിട്ടില്ല, എന്തുകൊണ്ട് ശസ്ത്രക്രിയ ചെയ്യുന്നില്ല എന്ന് ചോദിച്ചപ്പോൾ ആവശ്യമില്ലെന്ന് പറഞ്ഞുവെന്നും മകൾ ആരോപിച്ചു. എന്നോടല്ല, എന്തൊക്കെ ചികിത്സ ചെയ്തുവെന്ന് ആശുപത്രിക്കാരോടാണ് ചോദിക്കേണ്ടതെന്നും അവിടെ സൗകര്യങ്ങൾ ഉണ്ടായിരുന്നില്ല എങ്കിൽ എന്തിനാണ് അത്രയും നേരം പിടിച്ചു നിർത്തിയത് എന്നും ചോദിക്കുന്നു. ചികിത്സ കിട്ടാതെ 3:30 വരെ അച്ഛൻ ജീവിച്ചുവെങ്കിൽ, ചികിത്സ കിട്ടിയിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇന്ന് അദ്ദേഹം ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നുവെന്നും മകൾ പറയുകയാണ്. വലിയ ചികിത്സ കിട്ടിയില്ല എന്നേ താൻ പറയൂ എന്നും സോന പറയുകയാണ്. ഒരു ചികിത്സയും നൽകാതെ 2 മണി വരെ എന്റെ പപ്പ ജീവിക്കുമായിരുന്നുവെങ്കിൽ, നേരത്തെ കോഴിക്കോട് എത്തിച്ചിരുന്നുവെങ്കിൽ എന്റെ പപ്പ ജീവനോടെ ഉണ്ടാവുമായിരുന്നു എന്നും സോന പറയുകയാണ്. എന്തുകൊണ്ട് സർജറി ചെയ്തില്ല എന്ന് ഞാൻ ചോദിച്ചപ്പോൾ, റിപ്പോർട്ട് അയച്ചു കൊടുത്തപ്പോൾ ഇപ്പോൾ സർജറി ആവശ്യമില്ല എന്നാണ് പറഞ്ഞത്. ആ സർജറി ചെയ്യണമെന്ന് പറഞ്ഞ് എത്ര നേരം വൈകിപ്പിച്ചു എന്നറിയാമോ എന്നും സോന ചോദിക്കുകയാണ്. ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ മുതൽ അരമണിക്കൂർ കഴിഞ്ഞാൽ കോഴിക്കോട് കൊണ്ടുപോകുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. 1:05 ആയപ്പോഴാണ് കൊണ്ടുപോയത്. ഹെലികോപ്റ്ററിൽ കൊണ്ടുപോകുമെന്ന് പറഞ്ഞു. വയനാട്ടിൽ നിന്ന് ആദ്യമായി എയർ ആംബുലൻസിൽ കൊണ്ടുപോകുന്ന സംഭവമാണെന്ന് പറഞ്ഞ് വലിയ വാർത്തയായിരുന്നല്ലോ. എന്നിട്ടൊന്നും നടന്നില്ലല്ലോ. ഹെലികോപ്റ്റർ എവിടെയെന്നും പോളിന്റെ മകൾ ആരാഞ്ഞു. ആവശ്യമായ ചികിത്സ കൊടുക്കാനുള്ള സൗകര്യമില്ല എങ്കിൽ അവിടെ വെച്ചിരിക്കരുത്, അവരുടെ കുട്ടികളാണെങ്കിൽ അവരിത് അവിടെ വെച്ചിരിക്കുമായിരുന്നോ എന്നൊക്കെ തന്നെ ചോദിക്കുന്നുണ്ട് സോന. ആന കുഴിയിൽ വീണപ്പോൾ അതിനെ പുറത്തെടുത്ത് സുഖം പ്രാപിച്ചോ എന്നറിയാതെ ആർക്കും സമാധാനമില്ലല്ലോ, മനുഷ്യന് മൃഗത്തിന്റെ വില പോലുമില്ലേ എന്നായിരുന്നു സോനയുടെ ചോദ്യം. ദിവസങ്ങൾക്ക് മുൻപ് കാട്ടാൻ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട അജീഷിന്റെ മകൾ പറഞ്ഞ ആർക്കും ആ ഗതി വരരുത് എന്ന്. പക്ഷേ അതേ ഗതി എനിക്കും വന്നിരിക്കുകയാണ് ഇപ്പോൾ എന്നാണ് പറയുന്നത്. വയനാട്ടിൽ മനുഷ്യജീവന് യാതൊരു വിലയുമില്ലേ എന്നാണ് സോന ചോദിക്കുന്നത്. വയനാട് ശരിക്കും വന്യമൃഗങ്ങൾക്കുള്ളതാണോ അതോ മനുഷ്യർക്കുള്ളതാണോ എന്നും ചോദിക്കുന്നുണ്ട്. ഇവിടെ ജീവിക്കുന്ന മനുഷ്യർക്ക് അല്പം പരിഗണനയെങ്കിലും നൽകണം. വയനാട്ടിൽ മനുഷ്യജീവന് യാതൊരു വിലയുമില്ലേ? ഇവിടെ മനുഷ്യരെക്കാൾ കൂടുതലും വന്യമൃഗങ്ങളാണ് ഉള്ളതെന്നും സോന പറയുകയാണ്. അതേസമയം സോനയുടെ ആരോപണം മെഡിക്കൽ കോളേജ് അധികൃതർ നിഷേധിച്ചു. ഗുരുതരമായി പരിക്കേറ്റ നിലയിലാണ് പോളിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. പ്രാഥമിക പരിശോധന നടത്തിയതിൽ നിന്നും രോഗിക്ക് ബ്ലഡ് പ്രഷർ, ഓക്സിജന്റെ അളവ് എന്നിവ വളരെ കുറവാണെന്നും ശ്വാസകോശത്തിന്റെ വലതുഭാഗത്ത് ശ്വാസം കയറുന്നത് കുറവാണെന്നും വാരിയെല്ലുകൾ പൊട്ടിയ നിലയിലായിരുന്നുവെന്നും മനസ്സിലാക്കി. തുടർന്ന് വിവിധ വിഭാഗങ്ങളിലെ ഡോക്ടർമാർ വിശദ പരിശോധന നടത്തി. മറ്റ് ആന്തരിക അവയവങ്ങൾക്ക് കാര്യമായ പരിക്കില്ലെങ്കിലും ശ്വാസകോശത്തിലെ പരിക്ക് സാരമായതിനാൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകാൻ തീരുമാനിക്കുകയായിരുന്നുവെന്നും ഡോക്ടർ പറയുന്നു. ഡോക്ടർ, നേഴ്സ് ഉൾപ്പെടെയാണ് ICU ആംബുലൻസിലാണ് കോഴിക്കോടേക്ക് കൊണ്ടുപോയതെന്നും ആശുപത്രി അധികൃതർ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു.